ഇതെന്താ തേച്ചിട്ടില്ലേ? എന്താ എന്താ ഷർട്ട് തേച്ചിട്ടില്ലേന്ന്? ഒരു മിനിറ്റ് ഇതാ വരുന്നു. മൂന്ന് ദിവസമായി പറഞ്ഞിട്ട് നേരാക്കാൻ കൊടുക്കാനേ. ഓ മറന്നു. അച്ഛാ, എന്റെ ഫീസ് അടയ്ക്കണ്ടേ? എന്നാ ലാസ്റ്റ് ഡേറ്റ്? 2 ദിവസം കൂടി ഉള്ളൂ. ആ 2 ദിവസം ഉണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞ് എന്താണാവോ പറയാ? അതെ, ഗ്യാസ് മുറ്റത്ത് വെച്ചോണ്ടെന്ന് അവര് മാറ്റി തരില്ല. ആ അതൊക്കെ ബുക്ക് ചെയ്യാ. ബുക്ക് ചെയ്താൽ തന്നെ എപ്പോഴാ കിട്ടുകയെന്ന് അറിയില്ല. വിറകും തീർന്നു. വളർന്നു വരുന്ന 2 പെൺകുട്ടികളുണ്ട് എന്നുള്ള വിചാരങ്ങൾ ഉണ്ടായാൽ മതിയായിരുന്നു. അതെന്താ പെൺകുട്ടികളായ പ്രശ്നം? നിങ്ങളെയൊക്കെ കെട്ടിച്ചു വിടണ്ടേ? ചെറിയ ചെറിയ കാര്യത്തിന് പോലും നിങ്ങളുടെ അച്ഛന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. എന്നെ കെട്ടിച്ചു വിടണേ, അവിടെ നടക്കാൻ പോവില്ല. എന്നാ നിന്നെ തന്നെ ആദ്യം കെട്ടിച്ചു വിടുന്നത്. ഇങ്ങനെ മിണ്ടാതിരുന്നോട്ടാ. പറയുമ്പോ നിങ്ങളുടെ അച്ഛന് 2 തൊഴിലൊക്കെ ഉണ്ട്. ഓട്ടോറിക്ഷയുണ്ട്, ലോഡിങ്ങും ഉണ്ട്. കുടുംബത്തിലെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. ഒരു പവൻ സ്വർണത്തിന്റെ വില എന്താണെന്നറിയോ നിങ്ങൾക്കൊക്കെ? എങ്ങനെ ഇക്കാലത്ത് ഒരു കല്യാണം നടത്തുക? അമ്മ സ്വർണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം നടത്താൻ പറ്റുള്ളൂ. പിന്നല്ലാണ്ട് സ്ത്രീധനം കൊടുക്കണ്ടേ? എന്റെ കല്യാണത്തിന് ഒരു സ്ത്രീധനം കൊടുക്കണ്ട. കല്യാണത്തിന്റെ പേരിൽ ആൾക്കാർ എന്തിനാ ഇത്രയും പൈസ കളയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ജനിച്ചു വളർന്ന സ്വന്തം വീട്ടിൽ നിന്നേ വേറൊരു വീട്ടിൽ പോയി അവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴേ സ്ത്രീധനം ഇങ്ങോട്ടല്ലേ തരുന്നത്? ആദ്യം സ്വന്തം കാലിൽ നിന്നിട്ട് പോരെ കല്യാണമൊക്കെ. എനിക്കാദ്യം പഠിച്ചിട്ട് നല്ലൊരു ജോലി ഇട്ടട്ടെ. അച്ഛനമ്മയും ഞങ്ങൾക്ക് സ്വർണ്ണം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയം കൊണ്ടേ ഞങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി സഹായിക്കില്ലേ വേണ്ടത്? ഒരു ജോലി ഇട്ടട്ടെ, അതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെട്ട് പഠിക്കണത്. ഈ അറിവൊക്കെ നിനക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണോ? എല്ലാ അറിവുകളും സ്കൂളിൽ നിന്ന് മാത്രല്ലല്ലോ കിട്ടുക, സ്വന്തം അനുഭവങ്ങളിൽ നിന്നും കിട്ടുമല്ലോ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ എന്നും കാണാറില്ലല്ലേ. ശരി, നീ വൈകണ്ട, പോവാൻ നോക്ക്. അമ്മ, അച്ഛൻ ഇന്നല്ലേ ഏതോ സിനിമയിൽ അഭിനയിക്കാൻ പോണു പറഞ്ഞ്? അതിന് പോണ്ടാ പറഞ്ഞതിന്റെ കലിപ്പ കണ്ടത്. അതെന്താ? പണം അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങനെ അഭിനയിക്കാൻ പോണ്ടാന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഏജന്റിന് 5000 രൂപ കൊടുത്തിട്ടാണ് ചെറിയൊരു റോള് കിട്ടിയത്. അമ്മേ, സിനിമയിൽ അഭിനയിച്ച കുറെ പൈസ ഇങ്ങോട്ടല്ലേ കിട്ടുക? ഇങ്ങോട്ട് കിട്ടണമെങ്കിലേ വലിയ നടി നടനൊക്കെ ആവണം. അതിന്റെ പിന്നാലെ കുറേ നടക്കണം. കുടുംബവും പ്രാരാബ്ദവും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അച്ഛൻ ആ സിനിമയിൽ നല്ല റോളുണ്ട് പറഞ്ഞ് ഞാൻ കൂട്ടുകാരത്തൊക്കെ ഷൈൻ ചെയ്തു. എന്നിട്ട് പടം ഇറങ്ങിയപ്പോ അച്ഛന്റെ പുറം മാത്രം കാണാം, മുഖം എവിടെയില്ല. കൂട്ടുകാരൊക്കെ എന്നെ ട്രോളിക്കൊന്നു. അതിന് നിങ്ങളുടെ അച്ഛന്റെ മുഖം എപ്പോഴും ഇങ്ങനെയല്ലേ ഇരിക്കണത്? വീട്ടിലത്തെ പോലെ തന്നെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവരത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അമ്മയെ കല്യാണം കഴിക്കുമ്പോഴും അച്ഛന്റെ മുഖം ഇങ്ങനെ തന്നെ ഉണ്ടായി. സീരിയസ് ആയിട്ട് പെണ്ണ് കാണാൻ വന്നപ്പോഴും അച്ഛൻ ചിരിച്ചിട്ടേ ഇല്ലേ. അച്ഛൻ വരട്ടെ, നിങ്ങൾ കളിയാക്കി കാര്യം ഞാൻ പറഞ്ഞെടുക്കണ്ട കേട്ടോ. ഇനി കളിക്കാൻ മൊബൈലും ചോദിച്ചോണ്ട് വാട്ടോ, കാണിച്ചു. കിങ്ങിണി, നാളെ നിനക്ക് എക്സാം ഉള്ളതല്ലേ? അവൾക്കിപ്പോ ഇത്തിരി കളി കൂടുതലാച്ചു. ഇരുന്ന് പഠിച്ചോട്ടോ, ഞാൻ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? അത് നന്നായുള്ളൂ. അമ്മ, എന്നാ ഞാൻ ഇറങ്ങണൂട്ടാ. ശ്രദ്ധിച്ചു പോട്ടോ. ഹലോ സാറേ. എന്താ ആദ്യം വിളിച്ചപ്പോ കട്ട് ചെയ്ത്? ഇല്ല സാറേ, ഞാൻ വണ്ടി ഓടിക്കായിരുന്നു. വണ്ടിക്ക് എന്താ ബ്രേക്ക് ഇല്ലേ? ചവിട്ടേ നിക്കില്ലേ? രാവിലെ വിളിക്കാൻ പറഞ്ഞതല്ലോ, എന്താ വരുന്നില്ലേ? ഇല്ല സാറേ, എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. എങ്ങനെ ഒന്നും കൂടി പറ. എനിക്കിന്ന് വരാൻ പറ്റില്ല സാറേ. സിനിമയിൽ ഒരു അവസരം കിട്ടിയാ പറഞ്ഞാലേ ചെറിയ കാര്യമല്ല, അറിയാലോ. വന്ന അവസരം തട്ടിക്കളഞ്ഞാലേ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയെന്ന് വരില്ല കേട്ടോ. യെസ് ഓർ നോ? ഇപ്പൊ പറയണം. ഇപ്പൊ ഇനി ഒരിക്കലും ഞാൻ വിളിക്കില്ല കേട്ടോ. കുഴപ്പമില്ല സാറേ, സാർ ഇനി വിളിക്കണ്ട, ഞാൻ ഇനി വരുന്നില്ല. അങ്ങനെ ഒന്നും അല്ലല്ലോ ഇതുവരെ പറഞ്ഞത്. ചാൻസ് വേണ്ടിട്ട് 100 പ്രാവശ്യം എന്നെ വിളിച്ചില്ലേ? ഒരുപാട് കാലമായി സാറ് ഒരു റോളിന് വേണ്ടി ഓടി നടക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു റോളിന് വേണ്ടി ഏജന്റിന് 5000 രൂപയും കൊടുത്തു. സെറ്റിലുള്ള പല ആൾക്കാർക്ക് ചെലവും ചെയ്തു. അവസാനം സിനിമ ഇറങ്ങിയപ്പോ എന്റെ മോഹം മാത്രം അതിലില്ല. എന്റെ കുടുംബത്തിന്റെ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാണ്ടായി. പൈസ മുടക്കിയിട്ട് എനിക്ക് ഇനി റോളും വേണ്ട സാറേ.
സിനിമയിൽ കയറി വരുമ്പളേ അങ്ങനെ പലതും സഹിക്കേണ്ടി വരും. വേണ്ടെങ്കിൽ വേണ്ട, എന്നാ കഴിഞ്ഞൂട്ടാ. നാശങ്ങൾ ഡയറക്ടറിന്റെ പരിചയക്കാര് പറഞ്ഞിട്ട് വന്ന് കേറിക്കോളൂ. എന്താച്ചാ ചെയ്തോട്ടെ, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. 500, 1000, 1500. എപ്പോഴും ഇങ്ങനെ ഓരോ പിരിവരുമ്പോ അല്ലാത്ത ബുദ്ധിമുട്ടാട്ടോ. നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക് പ്രശ്നം വന്നാലേ നമ്മൾ തന്നെ അതിനൊരു പരിഹാരം കാണണ്ട ബാലേട്ടാ. കിട്ടുന്ന വേണം ഓരോ ദിവസം ഓരോ പിരിവ് കൊടുക്കാനുള്ളൂ. ആ അറ്റം തള്ളി തള്ളി മുമ്പിൽ എത്തിയാലേ ചിലപ്പോ ആ കിട്ടുന്ന 30 റുപ്യ. നിങ്ങളുടെ വണ്ടി മാത്രമല്ല ബാലേട്ടാ, എല്ലാ വണ്ടിയും തള്ളി തള്ളിട്ട് തന്നെ അവിടെ എത്തുന്നത്. ജീവിതം അങ്ങനെ തന്നെ. എന്നാലും ബാലേട്ടന്റെ തള്ളേ ഒരു 1.5 തള്ളാണ് ബാലേട്ടാ. 200 എഴുതിക്കോ. ഞാനായിട്ട് കമ്മിക്കുന്ന പരാതി വേണ്ട. 200. നോക്ക് ബാലേട്ടാ, മിനിമം എല്ലാവരും 500 എടുക്കണം. 500 ഇല്ലല്ലോ, അതന്നെ വേറെ ആവശ്യത്തിന് വെച്ച പൈസയാണ്. നമ്മുടെ സിനിമാ നടപ്പുണ്ട്, കനത്തിൽ എഴുതിക്കോ. ആ ശിവ, അന്നത്തെ ഷൂട്ടിംഗ് ഇല്ലേ? എന്താ പരിപാടി? 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബഷീറിന്റെ ഓപ്പറേഷനല്ലേ, കുറച്ച് ഷോർട്ടേജ് ഉണ്ട്, അതിന്റെ പിരിവിലാ. ഇതാണ് ഞാൻ പറയണത്. നമ്മുടെ വെൽഫെയർ ഫണ്ടിലെ എല്ലാവരും മുടങ്ങാതെ മാസം 100 രൂപ അടയ്ക്കണമെന്ന്. അങ്ങോട്ട് ഇരിക്കുക. കോങ്ങാ ടൗണിലെ മൊത്തം 200 കൂടുതൽ ഓട്ടോറിക്ഷ ഇല്ലേ? എല്ലാവരും മുടങ്ങാതെ പൈസ അടച്ചാൽ 1 കൊല്ലം കൊണ്ട് എത്രയാവും? നല്ലൊരു തുകയാകില്ലേ? ഒരു കൊല്ലം കൊണ്ട് ഏകദേശം 2.5 ലക്ഷം. 10 കൊല്ലം കൊണ്ട് 25 ലക്ഷം ആവും. പിന്നെ പലിശ വേറെ. 100 എന്നുള്ളത് 200 ആക്കിയാലേ അതിന്റെ ഇരട്ടിയാവും, 50 ലക്ഷമാവും. നമുക്ക് അങ്ങനെ നല്ലൊരു ഫണ്ട് ഉണ്ടെങ്കിലേ എല്ലാവർക്കും ഒരു ധൈര്യമല്ലേ? അതെ കാര്യമൊക്കെ ശരി, ആരപ്പോ കൃത്യമായി നടത്തിക്കൊണ്ട് പോവാ? വേണമെന്ന് വെച്ചൊക്കെ നടക്കും. അതെ, അത് നടത്തണേ. ആദ്യം ഈ കാര്യം നടക്കട്ടെ. ശിവന്റെ 2000 എഴുതിക്കോ. 2000? ശിവ, നീ ഞങ്ങളെ പോലെ അല്ലല്ലോ. ഞങ്ങൾക്ക് ഈ 3 ചക്രം ഉരുട്ടി തന്നെ വേണം. പക്ഷെ എനിക്ക് ലോഡിങ് പണി, അത് കഴിഞ്ഞ് സിനിമയിൽ അഭിനയിക്കാനും പോണ്ടല്ലോ. ആ ഞങ്ങൾക്ക് 1000, 2000 എടുത്തിരിക്കുന്നത്. 1000, 2000 കൊടുക്കുന്ന ആള്, അതും നമ്മുടെ ബാലേട്ടൻ. വിശ്വസിച്ചു. ഹലോ, അതാ വരണോ? എന്റെ എത്ര എഴുതിക്കോട്ടോ. ഇപ്പൊ കയ്യിലില്ല, വൈകുന്നേരം നമ്മൾക്ക് എങ്ങനെയെങ്കിലും നോക്കാം. അന്ന് അഭിനയിച്ച സീനൊന്നും പുതിയ സിനിമയും കണ്ടില്ലല്ലോ. സിനിമയല്ലേ, ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. നോക്ക്, അവന് വന്നുകൊണ്ട് പോട്ടം കിട്ടി. നമ്മൾ എത്ര നേരം ഇവിടെ ഈച്ചയായിട്ടിരിക്കണം. അവനപ്പോ എന്താ നല്ല സമയമല്ലേ. കൊറേ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ, ഒന്നിലും കാണാനുമില്ല. പുതിയ ആൾക്കാർക്ക് അങ്ങനെ വലിയ റോളൊന്നും കിട്ടില്ല, ആൾക്കൂട്ടത്തിൽ അവിടെ നിൽക്കുന്നതായിരിക്കും. ഷൂട്ടിംഗ് കാണാൻ പോയിട്ട് വെറുതെ അഭിനയിച്ച് പറയുന്നേ. ലൊക്കേഷൻ അല്ല പറഞ്ഞിട്ടേ പോലീസിന്റെയും വക്കീലിന്റെയും വേഷത്തിലാണ്ട് കൊറേ ഫോട്ടോസ് കാണിച്ചതോ. ഏത് വേഷത്തിലുള്ള ഫോട്ടോ ഫോൺ ചെയ്യാൻ പറ്റുവേ? വക്കീലിന്റെ പോലീസിന് എന്ത് വേണം ചെയ്യേ? നിങ്ങക്ക് വല്ല കാറ്റുണ്ടോ കൂട്ടെ? പിന്നെ ഓട്ടോറിക്ഷക്കാരൻ സിനിമയിൽ എടുക്കല്ലേ. എന്താ പറ്റിയത്? ഒരാഴ്ചയായി കുട്ടിക്ക് നല്ല പനിയായിരുന്നു. മരുന്നൊക്കെ കൊടുത്തു, നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഉള്ള അച്ഛനും അമ്മയും ജോലിക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും പനി വന്നു. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. ഡോക്ടറോട് എല്ലാ കാര്യം പറഞ്ഞാൽ മതി. ശരി മകനെ, തിരക്കില്ലാതിരുന്നാ മതിയായിരുന്നു. തിരക്കിന്റെ കാര്യം പറയാൻ പറ്റില്ല, ഉള്ളു കയറി നോക്കിയാലേ അറിയുള്ളൂ. 40 രൂപ ചില്ലറ ഉണ്ടാവുമോ? ബാക്കി തരല്ല, ഇന്നത്തെ ആദ്യത്തെ ഓട്ടോണേ. ഇല്ല, ഇതന്നെ ഉള്ളൂ മകനെ. പെൻഷൻ കിട്ടാറാവണല്ലേ ഉള്ളൂ. എന്നാ പിന്നെ തന്നാ മതി, അത് കയ്യിലിരിക്കട്ടെ. പുറത്തേക്ക് മരുന്ന് ടെസ്റ്റ് എന്തെങ്കിലും എഴുതിയാലോ? ഇത് നിന്റെ ആദ്യത്തെ ഓട്ടോ അല്ലേ മകനെ? അത് കുഴപ്പമില്ല, ഞാനും കൂടി വരാം. കൂടെ ആരും ഇല്ലല്ലോ, അങ്ങനെ നടന്നോളൂ. ഞാൻ പൊക്കോളേ. കുഴപ്പമില്ല, ഞാൻ വരാം 1 മിനിറ്റ്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒന്നുള്ളൂ, ഞാൻ വരണു. ശരി മകനെ, നിന്നോട് ഇപ്പൊ എന്താ പറയുന്നു? കുട്ടിനെ ഞാൻ എടുക്കണോ? വേണ്ട മകനെ, ചിലപ്പോ ആള് മാറി അവള് കരഞ്ഞാലോ. എന്നാ അമ്മ പതുക്കെ വന്നോ, ഞാൻ പോയി ടോക്കൺ എടുക്കട്ടെ. ശരി മകനെ. ശിവദാസൻ പോയിട്ട് കുറെ നേരമായല്ലോ. ചിലപ്പോ ലോങ് കിട്ടിയിട്ടുണ്ടാവും. നോക്കിയാ ഈ വഴിക്ക് വരില്ല, വന്ന പിരിവരന്റെ വരില്ലേ? അവനൊക്കെ ഉറപ്പായി തരുവാടാ. അതിനെ പോലെ എഴുതിയോ? ഇതെല്ലാം എന്റെ തലയ്ക്ക് കിട്ടോ, എന്നാ നിങ്ങക്ക് സമ്മാനം കിട്ടുമല്ലോ. ബാലേട്ടന് ദേഷ്യം വന്നു. എന്താ ബാലേട്ടത്? നിങ്ങളോടല്ലേ എന്തെങ്കിലുമൊക്കെ തമാശ പറയാൻ പറ്റുള്ളൂ. ഇതാണ് തമാശ. ഏട്ടോ, ഫ്രണ്ടിലെ ടയർ മാറ്റാനായല്ലോ. കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടെ, ഇപ്പൊ കുറച്ച് ടൈറ്റിലാണ്. ഓ ആയിക്കോട്ടെ, ശരി എന്നാ. എപ്പോഴാ പറഞ്ഞാൽ മതി, ഞാൻ പുതിയ ടയർ വരുത്തിക്കാം. ഓ ആയിക്കോട്ടെ. ഒരുപാട് വഴുകണ്ടേട്ടാ, റിസ്ക് ആണ്. വണ്ടി എന്ന് പറഞ്ഞാൽ അവനവന്റെ ചോറല്ലേ, ആളുകൾ കയറുന്ന വണ്ടിയല്ലേ. കിട്ടുന്ന ലാഭം ഇത്തിരിയെങ്കിലും അതിൽ മുടക്കണ്ടേ. എങ്ങനെ ഇവരുടെ വണ്ടിയിലൊക്കെ വിശ്വസിച്ച് കയറുക അല്ലേ? ഇനി വരുമാനം ഇല്ലാത്തവരാണ് മനസ്സിലാക്കാം. അയാൾക്ക് അങ്ങനെയല്ല, ഇന്ന് ഓട്ടോ പണി നാളെ ലോഡിങ് പണി, നല്ല വരുമാനം ഉണ്ട്. ഓ
പിന്നെ ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോണത്ര, എന്നിട്ട് ടൈറ്റ് ആണത്ര, ടൈറ്റ്. എന്താലേ ഒക്കെ പിസ്കന്മാരാന്ന് ഉണ്ടാക്കാൻ തന്നെ ഉള്ളൂ. ചത്തു പോകുമ്പോ ഇതെല്ലാം കൂടി തലയിലേറ്റി കൊണ്ടുപോവോ? ചില ഓട്ടോക്കാരുടെ പെരുമാറ്റം കണ്ടാലേ അവര് ഓടിക്കുന്ന ഓട്ടോ അല്ല, വിമാനാന്ന് തോന്നും. എന്താലേ അല്ല, നല്ല ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പൊ നമ്മളെ പോലെ നല്ലവരായിരിക്കില്ലല്ലോ. ശരി എന്നാ പിന്നെ വരാട്ടോളൂ. ഓ ആയിക്കോട്ടെ. ആ ശിവദാസനെ ഓട്ടോന്റെ വാടക കൊടുക്കാനുണ്ട്. ഡോക്ടറെ കാണിക്കാനും മരുന്ന് വാങ്ങാനും ഒക്കെ അവൻ തന്നെ സഹായിച്ചത്. ഞങ്ങളെ ആരെങ്കിലും വിളിക്കാറുന്നില്ലേ അമ്മയ്ക്ക്? ആ ആശുപത്രിയിൽ പലരും എന്റെ പരിചയക്കാരാ. കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും നേരമില്ലാത്തോണ്ടേ ഓട്ടോക്കാരനെ കൂട്ടിയിട്ട് പോരിക്കണമെന്നായിരിക്കും ഇന്നത്തെ അവരുടെ ചർച്ച. നിങ്ങൾ ജോലിക്ക് പോയതല്ലേ, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് വിളിക്കാതിരുന്നത്. കുട്ടിക്ക് സുഖമില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാ വരാതിരിക്കോ? എന്നാ ഒറ്റയ്ക്ക് കൊണ്ടുപോയി നോക്കിന്ന് ആൾക്കാരോട് പറഞ്ഞ് വീമ്പളൊക്കെ നടക്കാൻ പറ്റില്ലല്ലോ. ഒറ്റയ്ക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എന്തിനാ ഡോക്ടറെ കാണിക്കാൻ ഓട്ടോക്കാരനെ കൂട്ടിയിട്ട് പോയത്? അതാ എനിക്ക് പിന്നെയും ദേഷ്യം വരണേ. ഞാൻ വിളിച്ചിട്ട് വന്നതൊന്നുമല്ല, അവന്റെ നല്ല മനസ്സുകൊണ്ട് വന്നതാണ്. ഓ പിന്നെ ഒന്നും കാണാതെ അവൻ സഹായിക്കാൻ വന്നിട്ടുണ്ടാവുക. അത്ര നേരം വണ്ടി ഓടിക്കുകയും വേണ്ട, പെട്രോളും ചെലവില്ല. എന്നാ വെയിറ്റിംഗ് ചാർജ് എന്ന് വേണ്ട നല്ലൊരു പൈസ മേടിക്കുകയും ചെയ്യാലോ. ആ അത് തന്നെ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരപ്പോ ഫ്രീ ആയിട്ട് സഹായിക്കാൻ നിക്ക? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവൻ വന്നത്. എന്റെ കൂടെ ആരും സഹായത്തിനില്ല എന്ന് കണ്ടിട്ട് വന്നതാണ്. വെയിറ്റിംഗ് ചാർജ് ഒന്നും അവൻ ചോദിച്ചിട്ടില്ല, ചോദിക്കുമില്ല. ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു കൊടുക്കുന്ന അവനറിയാം. അതുകൊണ്ട് തന്നെ കഴിയുന്നത് വരെ അവൻ കൂടെ നിന്നതും. എന്താ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരുടെ സൈക്കോളജി. എന്റെ അമ്മോ, അവന്റെ പൈസ ഞാൻ തന്നെ കൊടുക്ക, പെൻഷൻ കിട്ടട്ടെ. ഓ എന്നിട്ട് വേണം നാട്ടുകാരോട് അതും പറഞ്ഞ് നാണം കെടുത്താൻ. രണ്ടാളും നിർത്തുണ്ടോ? വീട്ടിലത്തെ കാര്യം വീട്ടിൽ തന്നെ കഴിയണം, നാട്ടുകാരോട് വളമാൻ നിൽക്കരുത്. എന്തായാലും അവളുടെ പനി മാറിയല്ലോ, എനിക്കത് മതി. എന്താ അതൊന്നും ആരും ആലോചിക്കാത്തത്? എന്ത് ചെയ്താലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും അല്ലേ? തകട് എങ്ങോട്ട് പോണം? ഇങ്ങോട്ട് വാ. ആ അച്ഛമ്മടെ തക്കൂട് വന്നല്ലോ. മോള് ക്ഷീണമൊക്കെ മാറിയാ? മറ്റേ കാര്യം എന്തായി? സെക്രട്ടറിനെ വിളിച്ചോ? ആ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കരേനെ കുട്ടിക്കേ പാലുള്ളൂ. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ലോഡിങ്ങുകാരനെ എങ്ങനെ ഒഴിവാക്കാന്ന പല മുതലാളിമാരും നോക്കുന്നത്. ഇനി ആ അറ്റത്ത് എടുത്താൽ മതി. ഓ ആയിക്കോട്ടെ. ആ എന്താ നേതാവേ വിശേഷം? സുഖം തന്നെയല്ലേ? ആ നിങ്ങളുടെ എല്ലാരും സുഖല്ലേ? നമ്മുടെയും സുഖം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനിപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ആ പറയൂ. നമ്മുടെ ലോഡിങ്ങേരെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു. കംപ്ലൈന്റോ? എന്ത് കംപ്ലൈന്റ്? അവരെ വിളിക്കാതെ പുലർച്ചയ്ക്കൊക്കെ സൈറ്റിൽ ലോഡ് തട്ടുന്നുണ്ടോ? അയ്യോ ആരപ്പത് പറഞ്ഞത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ചിലപ്പോഴേ ലോഡ് വണ്ടി എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടേ വൈകിയതാവും. നമ്മളൊക്കെ അങ്ങനെ ചെയ്യൂ. എന്താ ചിലപ്പോ നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, കുഴപ്പമില്ല. ഇനിയിപ്പോ പാതിരക്കായാലും പുലർച്ചയ്ക്കായാലും ലോഡ് വന്ന് അവര് വിളിച്ചോളൂ, അവര് വന്നോളും. അവർക്കിപ്പോ ഇതൊന്ന് കിട്ടിയിട്ട് വേണ്ടേ ജീവിക്കാൻ? അല്ല, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണതേ. ചെറിയ ആൾക്കാർക്ക് ചെറിയ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ, വലിയ ആൾക്കാർക്ക് അതുപോലെ വലിയ പ്രശ്നങ്ങളാവും. അതൊക്കെ ചില കോടീശ്വരന്മാരൊക്കെ ആത്മഹത്യ ചെയ്തേ കണ്ടില്ലേ? അതുകൊണ്ട് ആരെ പറ്റിച്ചിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു രൂപ ലാഭം ഉണ്ടാക്കാൻ എല്ലാവരും ചിന്തിക്കൂ. പക്ഷെ ഞാൻ അങ്ങനെ അല്ല കേട്ടോ. ഒരു 20,000 സിമെന്റ് കല്ല് ലോഡിംഗുകാർ ഇറക്കുമ്പോ ഒരു കല്ലിന് 5 രൂപ വെച്ച് എത്രയായി? 20,000 × 5 1 ലക്ഷം രൂപ. ആ 1 ലക്ഷം രൂപ. അപ്പൊ ലോഡിംഗുകാരില്ലാതെ തട്ടി എത്ര ലാഭം? 1 ലക്ഷം. അല്ല ഞാനങ്ങനെ ചെയ്യില്ല കേട്ടോ, പലരും അങ്ങനെയാണ് ചെയ്യണത്. ആ ഇപ്പൊ കാര്യങ്ങളെ കിടപ്പ് മനസ്സിലായില്ലേ? മനസ്സിലായി, ശരിക്കും മനസ്സിലായി. ഒരു കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുമ്പോഴേക്ക് എത്ര ആൾക്കാരെ തൃപ്തിപ്പെടുത്തണം? അല്ല അറിയാലോ. ഇതുപോലെ ഏതെങ്കിലും വഴിക്കൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ടാണ് പലരും ഇത് ചെയ്യണത്. എന്റെ കാര്യമല്ല കേട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിലായി.
നമുക്ക് എല്ലാവരും വേണം, നിങ്ങളും വേണം, അവരും വേണം. ഫണ്ടിന് ആവശ്യം വരുമ്പോ നമ്മളും വേണം, പൊടി പിടിക്കാൻ ആവശ്യം വരുമ്പോ അവരും വേണമല്ലേ? എല്ലാരും വേണല്ലോ, അതല്ലേ സമൂഹം. എന്തായാലും ലോഡ് അവരെന്നെ ഇറക്കിക്കോട്ടെ. ഓ, ഇറക്കിക്കോട്ടെ ഇറക്കിക്കോട്ടെ. ഇനിയിപ്പോ ടൈൽസും ഗ്ലാസും ഒക്കെ വരുന്നുണ്ട്, അതും അവരെന്നെ ഇറക്കിക്കോട്ടെ. അതിപ്പോ നേരിട്ട് തട്ടാൻ പറ്റില്ലല്ലോ അല്ലേ? നേതാവ് ഇത്ര തമാശക്കാരൻ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്നാ ശരി, എന്നാ നന്ദിയില്ലാത്ത പരീക്ഷകള്. എന്തായി? എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. വൈകുന്നേരം നമ്മുടെ പരിപാടിക്ക് എല്ലാരും നേരത്തെ എത്തണം കേട്ടോ. ശരി, ആയിക്കോട്ടെ. സെക്രട്ടറിയാണ് വിളിച്ചത്. എന്താ പറഞ്ഞത്? എല്ലാം പറഞ്ഞ് ശരിയാക്കിണ്ട്. അത്ര നമ്മൾ ഇടയ്ക്ക് പോയി നോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് വല്ല പ്രതീക്ഷയൊന്നുമില്ല അതില്. അത് പറയുമ്പോ കണ്ടില്ലേ അവന്റെ മുഖത്തൊരു സന്തോഷവും ഇല്ല. അത് സന്തോഷമില്ലാത്തോണ്ടല്ല, അവന്റെ മുഖം അങ്ങനെ തന്നെ. നീ ഇപ്പോഴല്ലേ അവനെ കാണാൻ തുടങ്ങി? എനിക്ക് ചെറുപ്പം പോലെ അറിയാം. ഓ, അപ്പൊ പണ്ട് തൊട്ടേ ജാടയാണ് അവനല്ലേ? ഓരോരുത്തർക്കും ജന്മന ഒരു മുഖഭാവം ഉണ്ടാവും. അത് വെച്ച് അവരെ സ്വഭാവം അളക്കാൻ പറ്റുമോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് അവനെ വിശ്വാസമല്ല. അതെന്താ എനിക്ക് വിശ്വാസം ഇല്ലാത്തത്? അവനിപ്പോ ഇതല്ലെങ്കിലും വേറെ പണിയുണ്ട്. ഈ പണിയില്ലെങ്കിലും ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ ദണ്ണമൊന്നും അവനുണ്ടാവില്ല. സെക്രട്ടറിനോടൊന്നും ഈ കാര്യത്തിന്റെ ഗൗരവം വേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. നടക്ക് വിളിച്ചൂടാ സെക്രട്ടറിനെ? ഓ, എനിക്ക് അത്ര പിടിപാടൊന്നും ഇല്ലല്ലോ. അവർക്കൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ടല്ലേ പിടിപാട്. കുറ്റിത്തിരിപ്പുണ്ടാക്കാൻ അത്ര വലിയ പിടിപാടൊന്നും വേണ്ടാലേ. ശിവദാസൻ, നീ എവിടെയാണ്? ഞാൻ ടൗണിലുണ്ട്. കുട്ടികൾക്ക് കുടമാറ്റം കാണത്രേ. വേഗം പോയിട്ട് ഒന്ന് കൂട്ടിട്ട് വരുമോ? എനിക്കൊന്നും ഓട്ടോ അല്ല, ലോഡിംഗ് ആണ്. ഹൈ, നിന്റെ വണ്ടി ഞാൻ ടൗണിൽ കണ്ടല്ലോ. ലോഡിംഗ് ദിവസമാണെങ്കിൽ വണ്ടി കൊണ്ടുവരും, പക്ഷെ ഞാൻ ഓട്ടം പോകാറില്ലേ. ഇത് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. കുടമാറ്റം ഇപ്പൊ കഴിയേ. ഒന്ന് പോയിട്ട് വേഗം കൊണ്ടുപോവാന്ന്. എന്നാ ഞാൻ വേറെ ആളെ വിടാം. വേറെ ആളിനെ വിളിക്കപ്പോ നീ പറയണോ? എനിക്കറിയില്ലേ. നിനക്ക് പറ്റിയാണെങ്കിൽ പറ. വേണ്ടപ്പെട്ട ആളല്ലേ വേണ്ട ഞാൻ നിന്നെ വിളിച്ചത്. എല്ലാണ്ട് ഇപ്പൊ വേറെ വണ്ടി കിട്ടാണ്ടൊന്നുമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു ദിവസം ലോഡിംഗ് പണിയാണെങ്കിൽ പിറ്റേ ദിവസമാണ് വണ്ടിപ്പണി. മതി നിർത്ത്. വലിയ പൊന്നാരൊന്നും പറയണ്ട. ലോഡിംഗ് പണി തന്നെയല്ലേ, കളക്ടർ ഉദ്യോഗമൊന്നും അല്ലല്ലോ. അത്യാവശ്യം വിളിച്ച വരികയൊക്കെ ചെയ്യാട്ടോ. ഇതോടെ നീയായിട്ടുള്ള ഇടപാട് നിർത്തിട്ടോ. ആരിനെ വിളിച്ച്? ശിവദാസനെ. അവനിപ്പോ ഓട്ടം വരില്ല, ലോഡിംഗ് അത്ര. ഞാനിപ്പോൾ അവനെ ഓട്ടം വിളിക്കാറേ ഇല്ല. അത്യാവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും ഇതുപോലെ ലോഡിങ് പണിയാ പറയും. അവൻ എപ്പോഴാ ലോഡിങ് പണി, എപ്പോഴാ വണ്ടിപ്പണി, ഇതൊക്കെ നമുക്ക് എഴുതി പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റുമോ? ഇതോടെ ഞാനും നിർത്തി. കുട്ടികളെ കൊണ്ടുവരാൻ വേറെ ആളിനെ കിട്ടാൻ നോക്കട്ടെ. കുട്ടികളിനൊക്കെ നേരത്തെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. എന്റെ വണ്ടി സർവീസിന് കൊടുത്തിറക്കണേ. ഇന്ന് കിട്ടുന്ന വിചാരിച്ച കിട്ടിയില്ലേ? അതാ ഇപ്പൊ പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ കാല് പിടിക്കണം. വേഗം നോക്ക്, 10 മിനിറ്റിനുള്ളിൽ എത്തണം. അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് കാര്യമില്ല, കുടമാറ്റം കഴിയും. വേറൊരു ചങ്ങായനെ വിളിച്ചിട്ട് എടുക്കണമില്ല. ഉപ്പന്മാരുടെ ഒക്കെ ഒരു കാര്യം. പോരം കഴിയാറായി, ഇതുവരെ ഒന്നും പോവാൻ പറ്റിയിട്ടില്ല. അലക്ക കഴിഞ്ഞിട്ട് കാശിക്കാൻ സമയമില്ലേ? ഞാൻ ചെറിയൊരു ഓട്ടം പോയിട്ട് വരട്ടെ. ഓട്ടം പോവേ? ലോഡ് വരാറായി. പിന്നെന്തിനാ ഈ പണിക്ക് നിൽക്കണ്? ആ പണിക്കാണ്ട് പോയാ പോരെ. ശിവദാസൻ ഒരു തോണിയിൽ മാത്രം പോണ ആളല്ല, ഒരേ സമയം 2-3 തോണി തുഴയുന്ന ആളാ. എത്ര തോണി വേണമെങ്കിലും തുഴഞ്ഞോട്ടെ, നമ്മളെന്തിനാ ബുദ്ധിമുട്ടിക്കണേ? ലോഡില്ലാ സമയത്താണ് ഈ പോട്ടേ നിൽക്കായിരുന്നു അല്ലേ? അതിന് നമുക്കും വിരോധമൊന്നുമില്ലെന്ന്, ഒഴിവുള്ളപ്പോ പോയിക്കോട്ടെ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർക്കൊന്നും അത് തീരെ പിടിക്കുന്നില്ല. സെക്രട്ടറിയുടെ സ്വന്തം ആളായത് കൊണ്ട് ഒന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പരിപാടിയുടെ കൂടെ പല പണി ചെയ്തെങ്ങനെ ശരിയാകുക? നാളെ ഞങ്ങൾക്ക് ഗുരുവായൂരിന്ന് പോകണം. രാവിലെ നേരത്തെ വണ്ടിയും കൊണ്ട് തരണം. ആയിക്കോട്ടെ. എത്ര മണിക്ക് എത്തണം? ഒരു 4:30 എത്തിക്കോട്ടെ അല്ലേ? 4:30 എത്തിക്കോട്ടെ. ഒരു 4:30 കറക്റ്റായി എത്തിക്കോ. ശരി എന്നാ. ആയിക്കോട്ടെ. എന്തായിട്ടാ? അതെ, ഇപ്പൊ ഒന്ന് ടയർ മാറ്റാൻ പറ്റുമോ? പുതിയത് മാറ്റാനാ? നാളെ ലോങ് ഉണ്ട് ഗുരുവായൂർക്ക്.
അതിലേക്ക് പറ്റിയത് ഇവിടെ ഇല്ല. നേരത്തെ പറഞ്ഞാൽ വരുത്തി വെക്കായിരുന്നേ. ഞാൻ കട അടയ്ക്കാൻ പോവുകയാണേ. ആ ഇപ്പോഴാണ് അവര് വിളിച്ചു പറഞ്ഞത്. ലോങ് പോകുമ്പോ പഴയ ടയർ റിസ്ക് അല്ലേ. അത് ഞാൻ അന്നേ പറഞ്ഞല്ലോ റിസ്ക് ആണെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? മുണ്ടൂർ എന്റെ കൂട്ടുകാരന്റെ കടയിലാവും. വണ്ടി എടുത്ത് വേഗം വരും, നമുക്ക് അവിടുന്ന് മാറ്റാം. വഴികണ്ട വേഗം വരണേ. ആ ഇപ്പൊ വരാ. അതിന്റെ പൈസ നാളെ ഗുരുവായൂർ പോയിട്ട് വന്നിട്ട് തന്നാ മതിയോ വാടക കിട്ടിയിട്ട്? ഏട്ടാ അത് വേറെ കടയിൽ നിന്ന് എടുക്കണമെന്നല്ല, അത് ചോദിച്ചു നോക്കട്ടെ. വണ്ടി എടുത്ത് വേഗം വരും. അതാ വരുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്താം. ഇതിനൊരു നേരവും കാലമൊന്നും ഇല്ലേ? അല്ല നിർത്തി എങ്ങോട്ടേക്ക് പോണേ? ഇപ്പൊ ഗുരുവായൂർക്കല്ലേ പോണ്ടത്? അല്ല ഗുരുവായൂർ ബസ് ഇവിടെയല്ല അവിടെയല്ല നിർത്തുക. ബസ്സോ? അപ്പൊ ഓട്ടോ അല്ലേ പോണത്? എന്താ ശിവദാസായി പറയുന്നത്? ഗുരുവായൂർക്ക് ഓട്ടോയിലോ? ഗുരുവായൂർക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇന്നലെ പുതിയ ടയറൊക്കെ മാറ്റി. അപ്പൊ നീ സാധാരണ വണ്ടി ഓടിക്കുന്നത് ടയറില്ലാണ്ടാണ്? അല്ല 10 രൂപ അധികം ഉണ്ട്. രാവിലെ നേരത്തെ വന്നതല്ലേ? ഇത് വല്ലാത്ത ചതിയായി പോയി. 10 രൂപ അധികം എന്താ ഇപ്പൊ ചതിയായത്? അവൻ നേരെ ഗുരുവായൂർക്ക് പോകാന്ന് ഉദ്ദേശിച്ച് വന്നതാവണം. വല്ലാത്ത അത്യാഗ്രഹം തന്നെ. അല്ല ഓട്ടോയിലേ ഗുരുവായൂർക്കേ അവൻ സ്വപ്നം കണ്ടതായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അതിപ്പോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അധികം സംസാരിക്കേണ്ടതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാം. നിങ്ങൾ ആരാണ്? ഇതെന്റെ ഏട്ടനാണേ. രാത്രിക്ക് എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് സംഭവിച്ചത്. രാത്രിയാണെങ്കിലും പറ്റുന്ന സ്ഥലത്തേക്ക് മൂപ്പര് നടന്നിട്ടിനെ പോകാറുള്ളൂ. പുറത്തുനിന്ന് എവിടുന്നും ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ ഏട്ടൻ വീട്ടിലേക്ക് വരുന്ന വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, അതല്ല കുഴപ്പമായത്. മൂപ്പര് വരുന്നുള്ള വിവരം ഞാൻ വണ്ടി കൊണ്ട് പോകായിരുന്നില്ലേ? വൈകി അനിയന്റെ വീട്ടിലേക്ക് പോയിക്കോളാം ഞാൻ തന്നെയാണ് പറഞ്ഞത്. എന്നാ ഈ കാര്യം ചേച്ചിക്ക് എന്നോട് വിളിച്ചു പറയാറില്ലേ? നിങ്ങളല്ലേ തമ്മിൽ വിളിക്കാറ്, ഞാനല്ലല്ലോ. അത് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതാണ്. എന്നാലും രാത്രി ഒന്ന് വിളിച്ച് അന്വേഷിക്കില്ലേ? വല്ലാത്ത മനുഷ്യന്മാര്. നിന്റെ വീട്ടിലേക്ക് ഞാൻ എപ്പോൾ വിളിച്ചാലും അറേഞ്ച് കിട്ടുക? ഇരിക്കും ഞാൻ ചോദിക്കട്ടെ. ആ വഴിക്ക് വരുമ്പോഴൊക്കെ ഏട്ടൻ അവിടെ തന്നെയല്ലേ താമസിക്കുക? അപ്പോഴൊന്നും ഞാൻ നിന്നെ വിളിക്കാറില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും വിചാരിക്കുവോ? നീ ഇരിക്കേ. ഏട്ടനും അനിയനും ദേഷ്യത്തിന്റെ കാര്യത്തിൽ ഒരേപോലെ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അന്ന് എന്താ ഉണ്ടായത്? പെട്ടെന്ന് എൻജോയിനും അന്ന് തളർന്നു പോയത് അത്ര. എന്നിട്ട് റോവാനം കണ്ടപ്പോ അവിടെ ഇരിക്കാൻ നോക്കിയത് അത്ര. ആരോ കള്ളു കുടിച്ച് കിടക്കാന്നാണ് അതിനെ പോലെ ആൾക്കാർക്ക് വിചാരിച്ചത്. ഹേയ് ഇവിടെ ഇങ്ങനെയൊന്നും കാണാറില്ലല്ലോ. നല്ല പൂസാട്ടോ. ഇവർക്കൊക്കെ വീട്ടിൽ കൊണ്ട് കഴിച്ചൂടെ? കെട്ടിറങ്ങുമ്പോ എണീറ്റ് പോയിക്കോളും. വിട്ടോ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. കണ്ട നല്ലൊരു മനുഷ്യൻ, പറഞ്ഞിട്ടെന്താ കാര്യം? ഒന്നും മിണ്ടാൻ പറ്റില്ലെങ്കിലും ഞാൻ എല്ലാം അറിയണ്ടായിരുന്നു. ആ ബൈക്ക് പോയതിന് ശേഷം പിന്നെ ഒരു ഓട്ടോറിക്ഷ വന്നു. ആ ഓട്ടോ എന്നെ കണ്ടിട്ട് നിർത്തി പുറകോട്ട് വരുന്ന എനിക്കറിയായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒന്ന് പറയാൻ എൻ്റെ നാവ് വഴങ്ങുണ്ടായിരുന്നില്ല. അടുത്ത ആഴ്ച ഞങ്ങളുടെ മോളുടെ കല്യാണം സാറേ. ഒരു പരിപണി ചേർത്ത് വെക്കണ പോലെ ഇത്രയും കാലം കൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന സാറേ ആ സ്വർണം മുഴുവൻ. എത്ര പവനുണ്ടായിരുന്നു? 15 തയ്ച്ചില്ല, 14.5 പവനുള്ളത്. അതൊക്കെ ബാങ്കിലായിരുന്നു. ബാങ്കിൽ നിന്ന് അതും എടുത്ത് ക്ഷണിക്കാൻ ബാക്കിയുള്ള കുറച്ച് വീടുകളും പോയിട്ട് എന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. ബാഗിൽ പൈസ ഉണ്ടായിരുന്നോ? അത് കുറച്ച് ചില്ലറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വിവരം നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? എന്താ പറ്റിയത്? കുഴഞ്ഞു വീണാ തോന്നുന്നു. ശിവദാസ നീ ദയാ ഹോസ്പിറ്റലിലേക്ക് വേഗം പോയിക്കോ. ഞങ്ങൾ തൊട്ട് പുറകെ വരാം. ഞങ്ങളങ്ങോട്ട് വരാം. നീ വേഗം വിട്ടോ, വൈകണ്ട. ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് വേഗം വരാം. ഒരു ആംബുലൻസിനേക്കാളും വേഗത്തിലായിരുന്നു അയാൾ ഓട്ടോ ഓടിച്ചത്.
ആസ്പത്രിയിൽ നേരം വെളുക്കുന്നത് വരെ അയാൾ എന്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് അത് ചാർജ് ചെയ്തിട്ട് അതൊന്നും നമ്പർ എടുത്തിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. അയാള് കൃത്യസമയത്ത് തന്നെ ആസ്പത്രിയിൽ എത്തിച്ചതുകൊണ്ടാ എന്റെ ജീവൻ കിട്ടിയത്. അല്ലെങ്കിൽ ഇപ്പൊ ഇത് പറയാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ സ്വർണ്ണമൊക്കെ ഒന്നും പോയിട്ടില്ല, എല്ലാം ഉണ്ട്. ഞങ്ങൾ പോയ ഉടനെ അയാളത് കറക്റ്റായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു. അയാളുടെ പേരെന്തായിരുന്നു? ആ വെപ്രാളത്തിനിടയ്ക്ക് ഞാൻ അയാളുടെ പേര് ചോദിക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, ഇനിയും ചോദിക്കാലോ. ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവില്ലേ? സ്വർണ്ണം എടുത്തിട്ട് അയാൾ സ്ഥലം വിടുന്ന ഞാൻ വിചാരിച്ചത്. അയാളുടെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ സഹായിക്കാൻ മനസ്സിലുള്ള ആളാണെന്ന് തോന്നിയില്ല. പിന്നെ അനുഭവത്തിൽ മനസ്സിലായി ആരെയും കാഴ്ചയിൽ വിലയിരുത്താൻ പറ്റില്ല. ഇവര് വരുന്നത് വരെ അയാൾ ആ ബാഗ് കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല. ആരും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അയാൾ ആ ബാഗ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനായിരുന്നു ഇത്ര പരിപാടി. അയാളില്ലായിരുന്നെങ്കിൽ എന്റെ ജീവനും പോയേനെ, ഇത്രയും കാലത്തെ സമ്പാദ്യം പോയേനെ. അയാൾ രക്ഷിച്ചത് എന്നെ മാത്രമല്ല, എന്റെ കുടുംബത്തെയും കൂടിയാണ്. ഇനി അയാളെ കാണുകയാണെങ്കിൽ അയാൾ റോട്ടിൽ മദ്യപിച്ച് കിടക്കുകയല്ലാന്ന് നിങ്ങൾക്ക് എന്താ തോന്നാൻ കാരണം? എന്തോ എനിക്ക് അങ്ങനെ തോന്നി. വെള്ളടിച്ച് വീണ് നടക്കുന്നവരൊക്കെ നമ്മൾ സ്ഥിരം കാണാറില്ല അല്ലേ? അയ്യോ ഒന്നും പറയണ്ട, വൈകുന്നേരമായോടെ മൊത്തം പാമ്പുകളാ. ഒരു നേരം പാമ്പല്ല, പലതരം പാമ്പുകളാ. അതുകൊണ്ട് വെള്ളടിച്ചവരിനെ നമുക്ക് വേറെ അറിയാം. സ്വർണത്തിന് ഒരുപാട് വിലയുള്ള കാലല്ലേ? ഇത്രയും സ്വർണം കണ്ടപ്പോ മനസ്സിലൊന്നും തോന്നിയില്ലേ? സത്യം പറയണം. പെട്ടെന്ന് കണ്ടപ്പോ ഞാനൊന്ന് അന്തം വിട്ടു എന്നുള്ളത് ശരിയാണ്. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ കാരണം കൊണ്ട് അയാൾക്ക് ഈ സ്വർണം നഷ്ടപ്പെട്ട എനിക്ക് മാത്രമല്ല എന്റെ വരും തലമുറകൾക്ക് ഒരിക്കലും ഗുണം പിടിക്കില്ലെന്ന്. അത്രയും സ്വർണം ഉണ്ടാക്കാൻ അവർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? കഷ്ടപ്പാടിന്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം. കഷ്ടപ്പാടിന്റെ പോലെ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും അറിയാം. തീക്കനല് പോലുള്ള വെയിലത്തും എല്ലാവരും പുറത്തിറങ്ങാൻ പേടിക്കണ ഇടിയും മഴയും കൊടുങ്കാറ്റൊക്കെ ഉള്ളപ്പോഴും ഞങ്ങൾ ഈ റോഡിൽ തന്നെ കാണും. ജീവിക്കണ്ടേ? അതുകൊണ്ടുണ്ടാക്കുന്ന ഓരോ രൂപയുടെ വിലയും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെയുള്ള ഓട്ടോക്കാരാണെങ്കിലും ടാക്സിക്കാരാണെങ്കിലും ലോഡിങ്ങാരാണെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. ഇതുപോലെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി ആശുപത്രിയിൽ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിനുള്ള പൈസ ഇവര് എല്ലാരും കൂടിയാണ് പിരിച്ചു തന്നതേ. ഇന്നൊരു പാവം മനുഷ്യന്റെ ജീവനും സമ്പാദ്യവും തിരിച്ചു കിട്ടിയ ദിവസമാണ്. അതിന് കാരണമായത് ഒരു ഓട്ടോ ഡ്രൈവറും. ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരാളുടെ ജീവനും സമ്പാദ്യവും രക്ഷിക്കാൻ ഒരു രാത്രി മുഴുവൻ അയാൾ കൂടെ നിന്നു. ഇതിലും വലിയൊരു മാതൃക വേറെന്താണുള്ളത്? എല്ലാവരും നന്മയുള്ളവരാവുമ്പോൾ സ്വർഗം വേറെ എവിടെയുമല്ല, ഇവിടെ തന്നെയാണ്. കളഞ്ഞു കിട്ടുന്നതും കട്ടെടുക്കുന്നതും ചതിയിലൂടെ നേടുന്നതും കൊണ്ട് ജീവിതത്തിൽ ഒരാൾക്കും സ്ഥിരമായ സമാധാനം കിട്ടിയിട്ടില്ല. കാരണം അതിൽ പലപ്പോഴും തോരാത്ത കണ്ണുനീരുണ്ടാവും. ആത്മാർത്ഥമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു തൊഴിലാളിക്കും ആരെയും ചതിക്കാൻ കഴിയില്ല. ഓരോ രൂപയുടെയും വില എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഒരാളെ അറിഞ്ഞു സഹായിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനും പ്രകൃതി മറ്റൊരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നന്മയുണ്ട്. അത്യാവശ്യ ഘട്ടം വരുമ്പോൾ സ്വന്തം ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചിട്ട് പോലും മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരാറുണ്ട്. കഠിനാധ്വാനികളായ തൊഴിലാളികളുടെ വീർപ്പുതുള്ളികൾ അലിഞ്ഞു ചേരാത്ത ഒരു നേട്ടങ്ങളും ഒരു നഗരങ്ങളും ഇവിടെ മാത്രമല്ല ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ എല്ലാവരും തൊഴിലാളികൾ തന്നെയാണ്. ചോര നീരാക്കി തൊഴിലെടുത്ത് ജീവിക്കുന്നതിനിടയിലും തങ്ങളാൽ കഴിയുന്ന നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നവരെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്ന നന്മകളേക്കാൾ അതിന് മൂല്യമുണ്ടാവും. സഹജീവികളെ സഹായിക്കുന്ന കാര്യത്തിൽ ഈ നാടും നാട്ടുകാരും ഇതിനു മുമ്പും വലിയ മാതൃകയായിട്ടുണ്ട്. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പിഞ്ചു കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് ഈ നാട് ഒരുമിച്ച് നിന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. നന്മകൾ നിറയട്ടെ, ഇവിടം സ്വർഗമാകട്ടെ. ശിവ, ഈ കാരണം എല്ലാ ഓട്ടോക്കാർക്കും അഭിമാനിക്കാനുള്ള ഒരു വകയായിട്ടോ. എവിടെ പോലും ആൾക്കാരുടെ പെരുമാറുന്നത് മനസ്സിലാവുന്നുണ്ട്.
ഇപ്പൊ നമ്മളൊരു വിലയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞ എന്താ പറയണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എല്ലാരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഒരു ഓട്ടം ഉണ്ട്, പോട്ടെ. ശരി, പിന്നെ കാണാം കേട്ടോ. ഞാൻ ഫോണില്ലാന്ന് പറഞ്ഞാണല്ലോ, പിന്നെ എന്തിനാണോ വിളിക്കുന്നത്? ഹലോ 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 സാർ, ഇവിടെ റേഞ്ചില്ലാത്ത തിരിച്ചങ്ങോട്ട് വിളിക്കാം. അത് അവിടെ റേഞ്ചില്ലാത്താവില്ല, ഞാൻ വണ്ടിയിലാണേ, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. ആളാകെ ഫേമസ് ആയല്ലോ, ന്യൂസൊക്കെ കണ്ടു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. എന്റെ കഴിഞ്ഞ പടത്തിന്റെ സെറ്റിൽ വന്നിട്ടേ എന്തോ കുറെ പൈസ ചെലവാക്കിയെന്നോ ഏതോ ഏജന്റിന് പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കാനാണ് പ്രൊഡ്യൂസർ, മനസ്സിലായ? അല്ലാണ്ട് സെറ്റിൽ വരുന്നവരോട് പിരിവ് നടത്തിയിട്ട് വേണ്ട എനിക്ക് സിനിമ എടുക്കാൻ. അപ്പൊ സാറിന് കാര്യങ്ങളൊന്നും അറിയാത്തായിരിക്കും. അവിടെ സെറ്റിൽ പല കളികളും നടക്കണ്ടായിരുന്നു സാറേ. ചൂഷണവും മുതലെടുപ്പും സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ടാവും. നിങ്ങളൊക്കെ എന്തിനാ അതിൽ പോയി തലവെച്ച് കൊടുക്കണത്? ബുദ്ധിയും ബോധമൊന്നുമില്ലേ? അല്ല, താൻ എന്റെ നാട്ടുകാരനല്ലേ, എന്നെ വന്ന് കണ്ടാ പോരെ? എന്തിനാ ഈ ഏജന്റിനൊക്കെ കൊണ്ടുപോയി പൈസ കൊടുക്കണത്? സാറെപ്പോഴും തിരക്കിലല്ലേ, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. തിരക്കൊക്കെ ഉണ്ടാവും, എപ്പോഴാ ഫ്രീ ആവുന്നത് നോക്കി നിൽക്കണം, എന്നിട്ട് ചോദിക്കണം. ഏജന്റിന് പൈസ കൊടുത്താൽ നല്ല വേഷം കിട്ടുന്ന ആരാ പറഞ്ഞത്? അല്ല, ഏതാ ഏജന്റ് മനസ്സിലായില്ല. ജൂനിയർ ആർട്ടിസ്റ്റിന് എത്തിച്ചു കൊടുക്കുന്ന മേഡം ഇല്ലേ, മുടിയൊക്കെ ചോപ്പിച്ചിട്ട്? ഓ ഓ ഓ ഓ മറ്റേ ശരി. വീടിന്റെ ആധാരം ചോദിക്കാതിരുന്നത് ഭാഗ്യം. ശരി, നാളെ താൻ എന്റെ ഓഫീസിൽ വാ, ഒരു 4 ദിവസത്തെ വർക്ക് ഉണ്ടാവും കേട്ടോ. ഇല്ല സാറേ, ഞാൻ വരുന്നില്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? പല ടെൻഷൻ സാറേ. ഇന്ന് എന്റെ മോളിൽ ഫീസ് അടയ്ക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്. ഞാൻ അതിന് തന്നെ ഒരു വഴി കാണാണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് സിനിമയൊന്നും ശരിയായില്ല സാറേ. 100 കണക്കിന് ആൾക്കാരെ ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, അറിയോ? എന്റെ സെറ്റിൽ വന്നിട്ട് എന്തോ വലിയ നഷ്ടം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചാണ്. അല്ലാണ്ട് താല്പര്യമില്ലാത്തവരെ പിടിച്ച് അഭിനയിപ്പിക്കാൻ എനിക്ക് എന്താ പ്രാന്താണ്? താൻ വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുക, എന്നിട്ട് റിലാക്സ് ആയിട്ട് വിളിക്കേ. ചിലപ്പോ തീരുമാനം മാറിയാലോ? ഇല്ല സാറേ, എന്റെ തീരുമാനത്തിന് മാറ്റൂല, ഞാൻ വരുന്നില്ല. വേണ്ടെങ്കി വേണ്ട, എനിക്കല്ലേ ഇപ്പൊ വലിയ കേട്. പ്രശ്നങ്ങളില്ലാത്ത ആരെയും കിട്ടുമോ നോക്കട്ടെ. ഇവനൊക്കെ വിളിക്കാൻ പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞില്ല സാറേ, അയാളൊന്നും വരില്ലെന്ന്. ഇവനല്ലെങ്കിൽ 100 ആളിനെ കിട്ടും, 100 ആളിനെ അല്ലേ? പിന്നെ അല്ല. മോളെ, ഫീസ് അടയ്ക്കാൻ 2 ദിവസം കൂടി സമയം കിട്ടുമോ? അച്ഛ, ടീച്ചർ ഫീസ് അടയ്ക്കാത്തവന്റെ പേര് വിളിച്ചപ്പോ അതിൽ എന്റെ പേരുണ്ടാന്നില്ല. അച്ഛ സാധാരണ എന്നോട് പറയാതെയല്ലേ വന്നിട്ട് ഫീസ് അടയ്ക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛൻ അങ്ങനെ അടച്ചിട്ടുണ്ടാവുന്ന്. ഇല്ല, ഞാൻ വന്നില്ലല്ലോ. നീ ടീച്ചറോടൊന്ന് അന്വേഷിക്ക്, ചിലപ്പോ വിട്ടുപോയതായിരിക്കും. അച്ഛ, പിന്നൊരു കാര്യമുണ്ട്. അച്ഛനെന്ന് പറഞ്ഞ ഫിലിം ഡയറക്ടർ ഇല്ലേ, ആളൊന്ന് സ്കൂളിക്കുന്നുണ്ടാന്നോ, എന്തിനാന്നറിയില്ല. വന്നത് ഇയാളാണോ? ഇയാൾ തന്നെ. താൻ വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്ക്, എന്നിട്ട് റിലാക്സ് ആയിട്ട് വിളിക്കേ. ചിലപ്പോ തീരുമാനം മാറിയാലോ? മോളെ ഫീസിന്റെ കാര്യം നീ അന്വേഷിക്കണ്ട, ഞാൻ അന്വേഷിച്ചോളാം കേട്ടോ. ശിവ, നീ എവിടെയാണ്? ഓട്ടത്തിലാണോ? ഞങ്ങളെ വൈഫിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കേ, കൊറേ അങ്ങോട്ട് പോയിട്ട്. ഞാൻ നീ അഭിനയിച്ച സിനിമ കണ്ടു കേട്ടോ. എപ്പോ? ഇപ്പൊ കണ്ടു ഇറങ്ങിയിട്ടുള്ളൂ. സിനിമയും നന്നായിട്ട്, അതിൽ ഇതിന്റെ റോള് നന്നായിട്ട് കേട്ടോ. ഒന്നുമില്ല, ഇതാ വരുന്നു. 1 മിനിറ്റ് പാലട്ട, കട്ട് ചെയ്യണ്ട. പറയൂ പാലട്ട. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ സ്ക്രീനിൽ കണ്ടപ്പോ അറിയാതെ കണ്ണുകൂടെ കൊള്ളാൻ വന്നടാ.
സിനിമയില് എന്റെ മോഹം ശരിക്കും മനസ്സിലാവുണ്ടോ? മനസ്സിലാവേണ്ടതോ? നല്ല റോളാണ് കിട്ടിയിരിക്കുന്നത്. എന്തെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പൊ നിന്റെ സിനിമ നീ ഇതുവരെ കണ്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമയുടെ വിവരം ആരോടും പറഞ്ഞിട്ടില്ല. എപ്പോഴത്തേം പോലെ സിനിമ ഇറങ്ങുമ്പോഴേ ഞാൻ അതിലില്ലെങ്കിൽ ആകെ നാണക്കടാവില്ലേ? അതാ ഞാൻ ആരോടും പറയാതിരുന്നത്. എന്നാലേ നീ ആരോടും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. പിന്നെ ഒരു സോറി ഉണ്ട് കേട്ടോ. സോറിയോ? എന്തിനാ പാലേട്ടാ? ഞാൻ നിന്നെ പറ്റി കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ട്. ഒന്നും മുണ്ടാണ്ടിരിക്കുക പാലേട്ടാ, നിങ്ങളുടെ ഒരു കാര്യം. ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. എന്താ കാര്യം? അതെ, ഞാനന്ന് അഭിനയിച്ച് പടം ഇറങ്ങിയിട്ടുണ്ട്. അതിലെന്റെ സീനുണ്ട്, ഇത്ര കട്ടായിട്ടില്ല. എന്നാ നിങ്ങൾ വണ്ടി തിരിക്കും, നമുക്ക് ആദ്യം സിനിമയ്ക്ക് പോവാ. അപ്പൊ നിന്റെ വീട്ടിൽ പോണ്ട, നമ്മൾ വിളിച്ചു പറഞ്ഞല്ലേ? വീട്ടിലേക്കൊക്കെ പിന്നെ പോവാ, ഇപ്പൊ നമ്മുടെ സിനിമയ്ക്ക് പോവാ. അതെ, അമ്മയുടെ വീട് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അച്ഛൻ അഭിനയിച്ച് സീൻ കട്ട് ചെയ്ത് കളഞ്ഞാലോ? അപ്പച്ചനെ ചിരിക്കാനൊക്കെ അറിയാലേ. ഈ പടം വിജയിച്ച അടുത്ത പടത്തിൽ അച്ഛൻ നായകനാകുമോ? നായകനായാലും വേണ്ടില്ല, വില്ലനായാലും വേണ്ടില്ല. പൈസ കിട്ടിയ വിടും, ഇല്ലെങ്കിൽ വിടില്ല.